ഇന്ന് നമ്മളിതാ കടിച്ചക്കയാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ മസാലക്കറി ആക്കിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ 4 കഷ്ണമാക്കിയതിന് ശേഷം അതിൻ്റെ നടുവിലുള്ള ആ ഒരു തണ്ട് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്തെടുക്കുക. ഇതാ വലിയുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതക്കിയത്, തക്കാളി, പച്ചമുളക്, കറിവേപ്പ്. നമ്മൾ സാധാരണ ബീഫ് കറിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കുള്ള ഉലുവയും കറിവേപ്പൊക്കെ ഇട്ട് ഉള്ളി വാട്ടി തക്കാളിയൊക്കെ വാട്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് നമ്മൾ സാധാരണ ഇറച്ചിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ വെച്ച് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ബഡ്ജറ്റിൽ പോയി സാധനം വാങ്ങിയപ്പോൾ അവിടെ കണ്ടപ്പോൾ അങ്ങനെ കടിച്ചക്ക എടുത്തതാട്ടോ, അല്ലാതെ വീട്ടിലുണ്ടായിരുന്നല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കടിച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കി. അപ്പോൾ ചോറിലേക്കുള്ളൊരു കൂട്ടുകറിയായിട്ട് ഇങ്ങനെ കടിച്ചക്ക ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കി നോക്കണ്ടി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ കിട്ടും. എന്നിട്ട് നന്നായിട്ട് വരട്ടിയതിന് ശേഷം അതിലേക്ക് കടിച്ചക്ക അരിഞ്ഞതും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കടിച്ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പേരിയാക്കി വെക്കട്ടെ. ഉപ്പും പച്ചമുളകൊക്കെ ചേന്തിയിട്ട് കുറച്ച് വെള്ളവും വേവിച്ചതിന് ശേഷം വറ്റൽമുളക്, ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് ഇതുപോലെ ഉപ്പേരിയും വെക്കാം. പിന്നെ തേങ്ങ വറുത്തരച്ചും കറി വെക്കാം. അപ്പം നമ്മളിവിടെ ഇന്ന് മസാലക്കറിയാണ് ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ആക്കി നോക്കി. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.